അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ തൗഫീഖ് കൊണ്ട് നമ്മുടെ ഷിഫ ഖുർആൻ തഫ്സീർ ക്ലാസിൻ്റെ 6-ാമത്തെ ദിവസമാണെന്ന്. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ മുൽക്കിലെ 6-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. വലില്ലദീന കഫറു ബിറബ്ബിഹിം അദാബു ജഹന്നം വബിഇസൽ മസീർ. അല്ലാഹു സുബ്ഹാനഹു വതആല പിശാചുക്കളെക്കുറിച്ച്, അവർക്ക് ലഭിക്കുന്ന സങ്കേതത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ആ പിശാചിൻ്റെ ദുർബോധനം കേട്ട് പിശാചിൻ്റെ വഴിക്ക് നടക്കുന്ന സത്യനിഷേധികളെക്കുറിച്ച് താക്കീത് നൽകുകയാണ്. വലില്ലദീന കഫറു, നിഷേധിച്ച ആളുകൾക്ക്, ബിറബ്ബിഹിം, അവരുടെ രക്ഷിതാവിനെ, റബ്ബിനെ. യഥാർത്ഥത്തിൽ റബ്ബ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അതിവിശിഷ്ടമായ ഒരു നാമമാണ്. ആ നാമം അർത്ഥമാക്കുന്നത് സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും ഉപജീവനം നൽകുകയും പരിപാലിക്കുകയും വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്ന മഹാനായ അല്ലാഹു സുബ്ഹാനഹു വതആല. അതാണ് റബ്ബ് എന്നുള്ള പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു നാമമാണ്. ആ റബ്ബിനെ നിഷേധിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഗൗരവമേറിയ ചിന്മയാണ്. അള്ളാഹുവിനെ റബ്ബായി കാണാതിരിക്കുക എന്നത്, അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് എൻ്റെ റബ്ബ് എന്ന ആ വിശ്വാസം നെഞ്ചിലേക്ക് പ്രവേശിക്കാത്ത ആളുകൾ, അവരെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. വലില്ലദീന കഫറു ബിറബ്ബിഹിം, അവർക്ക് എന്തുണ്ട്? അദാബു ജഹന്നം, അവർക്ക് നരകശിക്ഷയുണ്ട്. വബിഇസൽ മസീർ, അവർ എത്ര മോശമായ സങ്കേതമാണത്. ആ നരകം എന്നുള്ളത് എത്ര മോശമായ സങ്കേതമാണ്. വലില്ലദീന, ഒരു വിഭാഗത്തിന്, കഫറു, അവർ നിഷേധിച്ചിട്ടുണ്ട്, ബിറബ്ബിഹിം, അവരുടെ റബ്ബിനെ, രക്ഷിതാവിനെ. അവർക്കെന്തുണ്ട്? അദാബു, ശിക്ഷയുണ്ട്, ജഹന്നം, നരകശിക്ഷ. വബിഇസ, എത്ര മോശമാണ്, അൽ മസീർ, ആ പര്യവസാനം, അല്ലെങ്കിൽ ആ മടങ്ങിച്ചെല്ലാനുള്ള സ്ഥലം. എല്ലാം കഴിഞ്ഞ് ദുനിയാവിലെ ജീവിതം കഴിഞ്ഞ് പരലോകത്തെത്തുമ്പോൾ അവർക്കുള്ള മടക്കസ്ഥാനമായ നരകം എത്ര മോശമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ വിഭാഗത്തെ ആക്ഷേപിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ നരകത്തെക്കുറിച്ചുള്ള പരാമർശം, മോശമായ സങ്കേതമെന്ന് ആക്ഷേപിച്ചത്, ഒരൊറ്റ ഹദീസ് മാത്രം മനസ്സിലാക്കിയാൽ മതി പ്രിയപ്പെട്ട സഹോദരിമാരെ. ആ നരകത്തിൻ്റെ ഗൗരവം, ഭയാനകത, ഭീകരത നമുക്ക് ബോധ്യപ്പെടാൻ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, യുഅ്ത ബി അൻഅമി അഹ്ലി ദുനിയ മിൻ അഹ്ലി നാർ യൗമൽ ഖിയാമ. നാളെ ഖിയാമത്ത് നാളിൽ ദുനിയാവിൽ ഏറ്റവും അനുഗ്രഹങ്ങൾ ലഭിച്ച, സുഖസൗകര്യത്തോടുകൂടെ ജീവിച്ച ഒരു മനുഷ്യനെ നാളെ പരലോകത്ത് കൊണ്ടുവരും. അങ്ങനെ ഫയുസ്ബഗു ഫിന്നാരി സുബ്ഗ, നരകത്തിലൊന്ന് മുക്കും അയാളെ. സുമ്മ യുഖാൽ, എന്നിട്ട് അവനോട് ചോദിക്കും, ഇബ്ന ആദം ഹൽ റഅയ്ത ഖൈറൻ ഖത്തു ഹൽ മർറ ബിക നഈമൻ ഖത്തു, നീ വല്ല അനുഗ്രഹവും കണ്ടിട്ടുണ്ടോ? നീ വല്ല സുഖവും ജീവിതത്തിൽ ആസ്വദിച്ചിട്ടുണ്ടോ? ആ സമയത്ത് ആ മനുഷ്യൻ പറയും, ലാ വല്ലാഹി യാ റബ്ബ്, ഇല്ല റബ്ബേ, അള്ളാനെ തന്നെയാണ് സത്യം, ഞാനെന്തില്ല, ഞാൻ ഒരു സുഖവും അനുഭവിച്ചിട്ടില്ല. ദുനിയാവിൽ ഏറ്റവും കൂടുതൽ സുഖസൗകര്യങ്ങൾ അനുഭവിച്ച മനുഷ്യനാണ്, പക്ഷെ ഒരു സുഖം പോലും ഞാൻ അനുഭവിച്ചിട്ടില്ല എന്ന് നരകത്തിൽ ജസ്റ്റൊന്ന് മുക്കി അവനെ ഉയർത്തുമ്പോഴേക്ക്
ജീവിതത്തിൽ അനുഭവിച്ച എല്ലാ സുഖങ്ങളും മറന്നുപോകുന്ന അവസ്ഥയിലെത്തുമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ആ നരകത്തിൻ്റെ ഭയാനകത നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഈ ആയത്തിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം, തങ്ങളുടെ രക്ഷിതാവിനെ നിഷേധിച്ചവർക്ക് നരകശിക്ഷയുണ്ട്. അത് ചെന്നെത്താൻ പറ്റിയ എത്ര മോശമായ സ്ഥലമാണത്. ഈ ആയത്തിനെ നമ്മുടെ ജീവിതവുമായി കണക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ജീവിതത്തിൻ്റെ പാഠം എന്താണ്? ഈ ആയത്ത് നൽകുന്ന പാഠം 2 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ ഈമാൻ എപ്പോഴും നമ്മൾ ശരിയാക്കിക്കൊണ്ടിരിക്കണം. നമ്മുടെ ഈമാനിനെ തകർക്കുന്ന കുഫ്ർ അത് നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. കുഫ്ർ വരുമ്പോൾ അത് നമ്മെ നരകത്തിലേക്കായിരിക്കും എത്തിക്കുക. പലപ്പോഴും നമ്മൾ മുസ്ലിമീങ്ങളാണ്, വിശ്വാസികളെന്ന് പറയുമ്പോൾ പോലും ഇസ്ലാമിൻ്റെ പുറത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന കുഫ്റിൻ്റെ വാചകങ്ങൾ, സംസാരങ്ങൾ പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മളറിയാതെ നമ്മുടെ നാവിലൂടെ കടന്നു വരുന്നുണ്ടോ എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് ഈമാനിനെക്കുറിച്ച് പഠിക്കുക, അഖീദ പഠിക്കുക, വിശ്വാസത്തെക്കുറിച്ച് കൃത്യമായി പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ നമ്മുടെ സ്വർണ്ണാഭരണം സംരക്ഷിക്കുന്നതിനേക്കാളേറെ, മക്കളെ സംരക്ഷിക്കുന്നതിനേക്കാളേറെ, വീട് സംരക്ഷിക്കുന്നതിനേക്കാളേറെ വിലപിടിപ്പുള്ള ഏതെങ്കിലും ഒരു വസ്തു അത് സംരക്ഷിക്കുന്നതിനേക്കാളേറെ ഒരു ശ്രദ്ധ ഈ വിഷയത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. രണ്ടാമത്തത് നന്ദികേട്. കുഫറിനെക്കുറിച്ച് രണ്ടാമത്തെ ഒരു കുഫ്രാനു നിഅം, അനുഗ്രഹങ്ങളെക്കുറിച്ച് അതിനെക്കുറിച്ചുള്ള നന്ദികേട് ഒരിക്കലും നമ്മളെ ഭാഗത്തു നിന്ന് വരാൻ, അതിനും കുഫർ എന്നാണ് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്, ഹദീസുകൾ പ്രയോഗിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് നരകം കാണിക്കപ്പെട്ടു. അതിലേറ്റവും കൂടുതലുണ്ടായിരുന്നത് ഫഇദാ കസറു അഹ്ലിഹ അന്നിസാ, സ്ത്രീകളാണ്. അപ്പോൾ എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു യകുഫുർന, അവർ കുഫർ കാണിക്കുന്ന ആളുകളാണ്. അപ്പോൾ സഹാബത്ത് പ്രവാചകനോട് ചോദിച്ചു, അയകുഫുർന ബില്ല, അവർ അള്ളാഹുവിൽ കുഫർ കാണിക്കുന്ന ആളുകളാണോ, നിഷേധിക്കുന്ന ആളുകളാണോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല്ല, യകുഫുർനൽ അശീറ വയകുഫുർനൽ ഇഹ്സാൻ, അവർ നിഷേധിക്കുന്നത്, അവർ നന്ദികേട് കാണിക്കുന്നത് തൻ്റെ ഭർത്താക്കന്മാരോടാണ്, അവർ നന്മയാണ് നിഷേധിക്കുന്നത്. ലൗ അഹ്സൻത ഇലാ ഹദാഹുന്ന ദഹർ സുമ്മ റഅത് മിൻക ശൈഅൻ, കാലം മുഴുവൻ ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് നന്മ ചെയ്തു കൊടുത്താലും എന്തെങ്കിലും ഒന്ന് ആ ഭർത്താവിൽ നിന്ന് കാണുമ്പോഴേക്ക് അവൾ പറയും, ഖാലത് മാ റഅയ്തു മിൻക ഖൈറൻ ഖത്തു, എനിക്ക് നിന്നിൽ നിന്ന് ഒരു ഖൈറും കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് എന്താ ചെയ്തു തന്നിട്ടുള്ളത് എന്നുള്ള നന്ദി കെട്ട സംസാരം സഹോദരിമാരുടെ നാവിൽ നിന്ന് കടന്നു വരുമ്പോൾ അത് നിമിത്തമാണ് അവർ നരകത്തിൽ എത്തിപ്പെടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. പ്രിയപ്പെട്ട സഹോദരിമാരെ, വളരെ ഗൗരവത്തിൽ നമ്മുടെ സംസാരങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഭർത്താക്കന്മാരോട് നന്ദിയുള്ളവരാകണം. അവർ ചെയ്തു തരുന്ന കാര്യങ്ങൾ വളരെ വിലമതിക്കുന്ന രീതിയിൽ കാണാനുള്ള ഒരു ശ്രദ്ധ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. ഇൻഷാ അല്ലാഹ് ഈ ആയത്ത് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ആക്ഷൻ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രാർത്ഥന 3 തവണ മനസ്സറിഞ്ഞ് ചൊല്ലുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നരകത്തിൽ നിന്ന് പഠിച്ചോനെ എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് 3 തവണ പറഞ്ഞാൽ നരകം നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും, അല്ലാഹുവേ അവനെ എന്നിൽ പ്രവേശിപ്പിക്കരുതേ എന്ന്. അതുകൊണ്ട് നമ്മൾ ആവർത്തിച്ചു പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുവേ നരകത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുവേ നരകത്തിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തണേ. ഈ പ്രാർത്ഥന നമ്മുടെ ചുണ്ടിൽ എപ്പോഴും ഉണ്ടാകണം, എന്നും നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കഠോരമായ ശിക്ഷയിൽ നിന്ന്, നരകത്തിൽ നിന്ന് നമ്മളെ എല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനിനെ സംരക്ഷിക്കുന്ന, കുഫ്രിലെത്താത്ത രീതിയിൽ ഈമാൻ നെഞ്ചോട് ചേർക്കാനുള്ള, സംരക്ഷിക്കാനുള്ള, അള്ളാഹുവിൽ വിശ്വസിച്ച് ജീവിക്കാനും മരിക്കാനുമുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.